ഇന്നലെ നമ്മുടെ എപ്പാറു മാഷ് അയ്യൂബ് മൗലവിയുമായി സംവാദം നടത്തിയതിൽ വളരെ രസകരമായൊരു സംഗതി ഉണ്ടായി. അതായത് എപ്പാറു മാഷ് വലിയ ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് കഴിഞ്ഞ 4 വർഷമോ 5 വർഷവുമായി 216 ക്ലാസ്സുകൾ പുള്ളി എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പുള്ളിയുടെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ കോഴിക്കോട് ക്ലാസ് എടുത്ത അനിൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളിൻ്റെ കൂട്ടത്തെ ക്ലാസ്സുകളാണെന്നാണ് നമുക്ക് കേട്ടാൽ തോന്നുക. എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ പഠിക്കണം. ക്ലാസ് എടുക്കുകയല്ല, സംസാരിക്കുക. നമ്മളൊക്കെ ഈ പൊതുവേദിയിൽ സംസാരിക്കാനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഉപനിഷത്തുകളോ ശ്ലോകങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളോ നമ്മൾ വായിച്ച് പഠിച്ച് അതിൻ്റെ അർത്ഥം 2-3 പേരോട് ചോദിച്ച് മനസ്സിലാക്കി അതിനെന്തെല്ലാം ആംഗിൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് നമ്മൾ സാറിന് പറയാറുള്ളത്. എപ്പാറു മാഷ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വളരെ ബോധപൂർവമായി പറഞ്ഞതാണ്, ഈ റോക്കറ്റ് നിർമ്മാണ സാങ്കേതിക വിദ്യയെക്കുറിച്ച് എലിവാണം വിടുന്നവൻ സംസാരിക്കുന്നത് പോലെ ആണ് പുള്ളിയുടെ ക്ലാസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു റോക്കറ്റിൻ്റെ ഒരു പാർട്സ് എലിവാണം വിടുന്നവനെ എടുത്ത് കാണിച്ചാൽ അവൻ പതുക്കെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തൂക്കി നോക്കും. തൂക്കി നോക്കിയിട്ട് പറയും, ഇത് കൊള്ളാം, 2-3 കിലോ ഉണ്ട്, ഇതിലൊരു 10-250 ഗ്രാം ചെമ്പുണ്ട്, പിത്തളയുണ്ട്, നല്ല വില കിട്ടും എന്ന് പറയും. പക്ഷേ അതിൻ്റെ മൂല്യം അറിയണമെങ്കിൽ അത് ഉപയോഗിക്കുന്ന അതിൻ്റെ ശാസ്ത്രജ്ഞന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ എപ്പാറു മാഷ് ഈ ഖുർആൻ പറയുന്നതും ഖുർആൻ കൊണ്ട് നടക്കുന്നതുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എലിവാണം വിടുന്നവൻ റോക്കറ്റിൻ്റെ പാർട്സ് തൂക്കി നോക്കുന്ന പോലെയാണ് പുള്ളി ഖുർആനെ നോക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യത്തിലൂടെ അത് വ്യക്തമായൊരു സന്ദർഭമുണ്ട്. അത് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല കിളിപോയ ചോദ്യമായിരുന്നു. കാരണം എപ്പാറു മാഷിൻ്റെ ക്ലാസ്സിൽ പണ്ട് എപ്പാറു മാഷ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ബോധപൂർവം ചില മിസ്റ്റേക്കുകൾ വരുത്തിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ സംവാദവേദിയിൽ വെച്ച് പറഞ്ഞ് അങ്ങനെ ഞാൻ മിസ്റ്റേക്ക് വരുത്തിയെന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിലും ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ചാണത്രേ. എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് വരുത്തിയെന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും കാണാൻ കയറുന്നെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചാണത്രേ. ഇതിന് സമാനമായി ഞാൻ ഓർത്തുപോയത് പണ്ട് ശശികല ടീച്ചർ, നമ്മുടെ BJPയുടെ ശശികല ടീച്ചർ പറഞ്ഞൊരു കാര്യം. ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞത്രേ, അതിൽ നമ്മുടെ ദൈവത്തിനെ അപമാനിക്കുന്ന എന്തോ ഉണ്ട് എന്ന് പറഞ്ഞത്രേ. അപ്പോൾ ശശികല ടീച്ചർ തിരക്കിയപ്പോൾ അത് യഥാർത്ഥത്തിൽ അതിനകത്തൊന്നുമില്ല, ഞാനങ്ങനെ പറയുമ്പോൾ കേരളത്തിലുള്ള ആളുകളെല്ലാം കൂടി കയറിക്കണ്ടത് വിജയിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി എപ്പാറിൻ്റെ ചോദ്യം. ഇന്ന സഫ വൽ മർവത്ത മിൻ ഷായിരില്ല, ഇതാണ് ആ ഭാഗം. അതായത് നിശ്ചയമായും സഫയും മർവയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ്, ചിഹ്നങ്ങളാണ് എന്നാണ്. നമ്മൾ സാധാരണ ഉംറയ്ക്കോ ഹജ്ജിനോ ഒക്കെ പോകുമ്പോൾ ഈ സഫ മർവയുടെ ഇടയിൽ ഓതുമ്പോൾ ആ വാക്യങ്ങൾ ഇങ്ങനെ ഉരുവിടാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരു സംഗതിയാണ്. അതിന് നമ്മുടെ എപ്പാറു മാഷ് അർത്ഥം വെച്ചത് അത് അള്ളാഹുവിൻ്റെ വിഗ്രഹമാണ്, ഗോത്രദൈവമായ അള്ളാഹുവിൻ്റെ വിഗ്രഹമാണ് സഫയും മർവയും എന്നാണ് അദ്ദേഹം വെച്ചത്. അപ്പോൾ ഇതിനൊരു ചോദ്യം ചോദിച്ചു ഈ സദസ്സിൽ ഒരു കുട്ടി. ആ ചോദ്യം ദേ ഇങ്ങനെയാണ്. ഷാഇർ എന്നതിന് വിഗ്രഹങ്ങൾ എന്ന അർത്ഥമാണ് മാഷ് ഇവിടെ കൊടുത്തത്. ഏതെങ്കിലും ഒരു ഡിക്ഷണറിയിൽ ഈ അർത്ഥം കാണിക്കാമോ? മറുപടി യൂട്യൂബിൽ പോരാ. വിഗ്രഹാരാധനയെ പൂർണ്ണമായും ആശയപരമായി എതിർത്ത ഇസ്ലാമിൽ വിഗ്രഹാരാധന ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇത്രയും വലിയ തട്ടിപ്പ് വേണമായിരുന്നോ? ഒരു BA അറബിക് വിദ്യാർത്ഥിയായ ഞാൻ ഒരു ഡിക്ഷണറിയിലും ഇങ്ങനെ ഒരു അർത്ഥം കണ്ടിട്ടില്ല. അബ്ദുൽ മുഹസിൻ. തീർന്നില്ല. അതിന് എപ്പാറ് പറഞ്ഞ മറുപടി കൂടി കേട്ടോളൂ. ചോദ്യകർത്താവിനും പൊതുവെ മുസ്ലിം സുഹൃത്തുക്കൾക്കും വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അതാണ് പ്രശ്നം. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തിന് പോയിട്ട് ആ വിഗ്രഹം ദൈവമാണെന്ന് വിചാരിച്ചിട്ട് വിഗ്രഹത്തിനോട് പ്രാർത്ഥിക്കുന്നതിനല്ല വിഗ്രഹാരാധന എന്ന് പറയാം. ദൈവങ്ങളുടെ പേരിൽ പ്രതീകങ്ങൾ ഉണ്ടാക്കി വെച്ച് ആ പ്രതീകങ്ങളെ ദൈവത്തിലേക്കുള്ള മനസ്സിനെ അടുപ്പിക്കുന്നതിനുള്ള കേട്ടല്ലോ, ഇതാണ് സ്ഥിതി. എല്ലാ സാധാരണ മനുഷ്യർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനിർമ്മിത ഗ്രന്ഥത്തെ പോലും സമീപിക്കണമെങ്കിൽ ആ ഗ്രന്ഥത്തിൻ്റെ ചിന്താപരിസരം, അതിൻ്റെ സാഹചര്യം, സന്ദർഭം, അത് പ്രയോഗിച്ച രീതിയൊക്കെ. ഈ ഷായിരില്ല എന്ന വാക്കിന് ഒരു അറബി ഡിക്ഷണറിയിലും അള്ളാഹുവിൻ്റെ വിഗ്രഹം എന്ന് കാണാൻ പറ്റില്ല. ഒരു അറബി ഡിക്ഷണറിയിലും. ഈ അറബി ഭാഷ മുസ്ലിങ്ങളുടെ മാത്രമല്ലല്ലോ, ലോകത്ത് ഒരുപാട് അറബി ഭാഷ സംസാരിക്കുന്നവരുണ്ട്. ആ ഭാഷയിൽ ആര് രചിച്ചിട്ടുള്ള ഡിക്ഷണറിയിലും
അങ്ങനെ ഒരു അർത്ഥം കാണാൻ പറ്റില്ല. പക്ഷേ എപ്പാറിന് കാണാം. എന്താ പ്രശ്നം? എപ്പാർ എലിവാണം വിടുന്ന ആളാണ്. അതുകൊണ്ട് എപ്പാറിന് എന്തും കാണാം. ഈ പറഞ്ഞ മറുപടിയിൽ അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ തീർന്നില്ല. നമ്മൾ സാധാരണ ഒരു കവിത സാധാരണ ഒരു കവിത, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഈ രാമായണ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ചിന്താവിഷ്ടയായ സീത ഇങ്ങനെ വായിച്ചു പോയപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ശ്ലോകഭാഗം കുമാരനാശാൻ എഴുതിയൊരു ഭാഗമുണ്ട്. കനിവാർ നനിജാ പൊറുക്ക നീ നിനയാതൂതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമൂതാത്ത കുമാർഗമില്ലടോ. ഇതാണ് ഭാഗം. സീത ലക്ഷ്മണനോട് പറയുകയാണ്, കനിവാർ നനിജാ പൊറുക്ക നീ നിനയാതൂതിയ കൊള്ളിവാക്കുകൾ. ഇത് അർത്ഥം വെക്കണമെങ്കിൽ രാമായണത്തിൻ്റെ സാഹചര്യം മുതൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ വരികൾക്ക് അർത്ഥം പറയാൻ. അതിന് പകരം പണ്ടൊരാളൊരു വിവരദോഷി അർത്ഥം പറഞ്ഞതുപോലെ രാമനോ അത് ഓർത്തില്ല ലക്ഷ്മണനോ മിണ്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനർത്ഥം പറഞ്ഞു കൊടുത്തത് രാമന് തോർത്തില്ലെന്നും ലക്ഷ്മണന് മുണ്ടില്ലെന്നും പറഞ്ഞു കൊടുക്കുന്ന വിവരദോഷികൾ അർത്ഥം വെക്കുന്നത് പോലെ ഈ എലിവാണ കച്ചവടക്കാരൻ എപ്പാറ് അർത്ഥം വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഇപ്പം ഞാൻ ഈ പറഞ്ഞ കവിതയുടെ സന്ദർഭം പറയണമെങ്കിൽ ഈ പറഞ്ഞ മാരീചൻ പ്രത്യക്ഷപ്പെടുന്നതും രാമൻ മാരീചനെ കൊല്ലാൻ പോകുന്നതും പിടിക്കാൻ പോകുന്നതും അവിടെയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളും അവിടെ വെച്ച് ലക്ഷ്മണൻ രാമനെ തിരക്കി പോകാത്തതിന് സീത പറയുന്ന കടുപ്പമുള്ള വാക്കുകൾ, ഒരിക്കലും പറഞ്ഞുകൂടാത്ത വാക്കുകൾ, ആ വാക്കുകൾ രാമായണത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം മോഹിച്ചാണ് നീ വന്നതെങ്കിൽ ഞാൻ അടുത്ത നിമിഷം ആത്മഹൂതി ചെയ്യും എന്നൊക്കെ പറയുന്ന സന്ദർഭം ലക്ഷ്മണൻ വിചാരിച്ചതുപോലുമല്ല. അപ്പോൾ അതിന് ചിന്താവിഷ്ടയായ സീതയിൽ ഈ സീതയെ കൊണ്ട് ലക്ഷ്മണനോട് മാപ്പ് പറയിപ്പിക്കുകയാണ് ആശാൻ. അതാണ് കനിവാർ നനിജാ പൊറുക്ക നീ നിനയാതോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോതാത്ത കുമാർഗമില്ലടോ. അങ്ങനെയുണ്ട് കുമാർഗം. ഈ കുമാർഗം എന്ന് പറയുന്നത് കുക്കു മാർഗമല്ല, അത് ചീത്ത മാർഗം എന്നുള്ളതാണ്, ശരിയല്ലാത്ത മാർഗം. അതിനാണ് കുമാർഗം എന്ന് പറയുന്നത്. അത് പഠിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം അറിയണ്ടേ, അതിൻ്റെ വ്യാകരണം അറിയണ്ടേ, അതെവിടെ പ്രയോഗിക്കണമെന്ന് അറിയണ്ടേ. എല്ലായിടത്തും പ്രയോഗിക്കാൻ ഒക്കുവോ ജബ്ബാറെ? അതാണ് അതിൻ്റെ വ്യത്യാസം. അങ്ങനത്തെ എലിവാണ കച്ചവടക്കാരനാണ് ഈ പറഞ്ഞ സംവാദത്തിന് വന്ന് ഖുർആനെ വ്യാഖ്യാനിക്കുന്നത്. ഇനിയും പറയാനുണ്ട് ചിലതൊക്കെ, അതിങ്ങനെ വരും ദിവസങ്ങളിൽ പറയാം. സമയക്കുറവുകൊണ്ട് ഈ കേൾക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു പോകുന്നതാണ്.